ഇന്ത്യൻ പ്രീമിയർ ലീഗ് 2025 സീസണിലെ ഒറ്റ മത്സരത്തിന് പിന്നാലെ 3 ടീമുകളാണ് ഒരുമിച്ച് പ്ലേ ഓഫിനായി യോഗ്യത നേടിയത്. ഡൽഹിയെ 10 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ഗുജറാത്ത് പ്ലേ ഓഫിലേക്ക് കുതിച്ചത്. ഗുജറാത്തിന്റെ വിജയം RCBക്കും പഞ്ചാബിനും പ്ലേ ഓഫ് ക്വാളിഫിക്കേഷനാണ് നൽകിയത്. അതുകൊണ്ട് തന്നെ അവശേഷിക്കുന്ന ഒരു സ്ഥാനത്തിന് വേണ്ടി 3 ടീമുകളാണ് നിലവിൽ മത്സര രംഗത്തുള്ളത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. ഒന്നാം സ്ഥാനത്താണ് ഗുജറാത്ത് ടൈറ്റൻസ്. 17 വീതം പോയിന്റുകളുമായി RCBയും പഞ്ചാബും 2-3 സ്ഥാനങ്ങളിലുള്ളപ്പോൾ 4-ാം സ്ഥാനത്ത് നിലവിൽ മുംബൈ ഇന്ത്യൻസ് ആണുള്ളത്. പ്ലേ ഓഫിനുള്ള ആദ്യ 3 സ്പോട്ടുകളും ഒക്യുപ്പൈഡായപ്പോൾ ഇനി അവശേഷിക്കുന്ന ഒരു സ്പോട്ടിന് വേണ്ടി 3 ടീമുകളാണ് മത്സര രംഗത്തുള്ളത്. മുംബൈ, ലക്നൗ, ഡൽഹി ടീമുകളാണ് ഈ ഒരു സ്ഥാനത്തിന് വേണ്ടി മത്സര രംഗത്തുള്ളത്. അതിൽ ലക്നൌവിനൊഴികെ മറ്റ് 2 ടീമുകൾക്കും 2 മത്സരങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ലക്നൌവിന് 3 മത്സരങ്ങളുള്ളപ്പോൾ നിലവിൽ അവർക്ക് 10 പോയിന്റേ ഉള്ളൂ. ശേഷിക്കുന്ന 2 മത്സരങ്ങൾ വിജയിച്ചാൽ മുംബൈക്ക് എളുപ്പത്തിൽ പ്ലേ ഓഫ് ബർത്ത് ഉറപ്പിക്കാനായി സാധിക്കും. ഡൽഹി ക്യാപിറ്റൽസിനും ഇതേ സാധ്യതകൾ തന്നെയാണുള്ളത്. എന്നാൽ ലക്നൌവിന് 3 മത്സരങ്ങളും വിജയിച്ചാൽ മാത്രമാണ് പ്ലേ ഓഫ് സാധ്യതകളുള്ളൂ. ഒരു മത്സരത്തിൽ പോലും തോൽവിയേറ്റു വാങ്ങിയാൽ അത് അവരുടെ പ്ലേ ഓഫിനെ വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ള സാഹചര്യത്തിൽ ഇനി IPL തീപാർന്ന മത്സരങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാവുക. ഇതിൽ തന്നെ നിലവിലുള്ള സാധ്യതകൾ പരിഗണിക്കുകയാണെങ്കിൽ മെയ് 21 നടക്കാനായിരിക്കുന്ന മുംബൈ ഡൽഹി മത്സരത്തോടുകൂടി പ്ലേ ഓഫിലേക്ക് എത്തുന്ന 4ാമത്തെ ടീം ഏതായിരിക്കുമെന്നുള്ള കാര്യം ഏറെക്കുറെ വ്യക്തമാകും. മുംബൈ ഇന്ത്യൻസിന് അവശേഷിക്കുന്ന 2 മത്സരങ്ങളിൽ ഡൽഹിക്കെതിരായ 21-ാം തീയതി നടക്കാനിരിക്കുന്ന മത്സരം വിജയിച്ചാൽ അടുത്ത മത്സരത്തിന്റെ റിസൾട്ട് നോക്കാതെ പ്ലേ ഓഫ് ഉറപ്പിക്കാനായി സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു മത്സരത്തിലെ റിസൾട്ട് നെഗറ്റീവ് ആയെങ്കിൽ പോലും മികച്ച നെറ്റ് റൺ റേറ്റ് ഇവിടെ മുംബൈക്ക് കരുത്തായി മാറുന്നുണ്ട്. ഒരു മത്സരത്തിൽ തോറ്റാൽ ലക്നൌ പുറത്താകുമ്പോൾ മുംബൈക്കെതിരെ തോൽവി ഏറ്റുവാങ്ങിയാൽ ഡൽഹി ക്യാപിറ്റൽസും ടൂർണമെന്റിൽ നിന്നും പുറത്താകും. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.